ആശ്വാസം നൽകാൻ കഴിയാതെ ആത്മവീനായുള്ളം കലങ്ങിയപ്പോ ആരാലും വർണ്ണിപ്പാൻ കഴിയാതെ ദിവ്യസ്നേഹമെന്നാശ്വാസമാ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ എന്നരുളി ചെയ്ത കർത്താവിൻ്റെ സ്നേഹനിർഭയമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ ഞങ്ങൾ ആദ്യമായിട്ട് വീണ്ടും അറിയിക്കുന്നു. സമാഗമന കൂടാരം 16-ാമത്തെ എപ്പിസോഡിൽ കാണുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. എല്ലാവരെയും കർത്താവ് കാത്ത് പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, അടിയങ്ങൾ വീണ്ടും അങ്ങയുടെ വചനവുമായിട്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ കൃപ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കൃപയാൽ ഞങ്ങളെ ജ്വലിപ്പിച്ചാട്ട് കർത്താവേ, അങ്ങയുടെ കൃപയിൽ പൊതിഞ്ഞാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ എപ്പിസോഡിൽ തൂണുകളുടെ ഉയരം, തൂണുകളുടെ സംഖ്യ 60 അതെങ്ങനെ വന്നു, തൂണുകളുടെ കീഴിൽ നിൽക്കുന്ന താമ്ര ചുവടുകൾ, ആ ചുവടുകളുടെ അർത്ഥം, ഇതൊക്കെയാണ് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ തൂണുകളുടെ മറ്റു ഭാഗങ്ങളെക്കുറിച്ചാണ്. പുറപ്പാട് പുസ്തകം 27-10 മുതൽ നമുക്ക് മറ്റ് ചില ക്രമീകരണങ്ങൾ കൂടെ ഈ പ്രാകാരത്തിൻ്റെ തൂണുകൾക്ക് കാണുവാൻ കഴിയുന്നു. ആ ഭാഗം കൂടി വായിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നു. പുറപ്പാട് പുസ്തകം 27-10. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്ത് മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. തൂണുകളുടെ ചുവട് താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തുകളും ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. സത്യത്തിൽ ആഴമായി ചിന്തിക്കുവാൻ പഠിക്കുവാൻ താല്പര്യമുള്ളവരെ, ഈ ചില പദങ്ങൾ കൊണ്ട് തന്നെ നമുക്കറിയാം ദൈവം മോശയോട് പറയുന്നത്, ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ ഉണ്ടാക്കണം, ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കണം. കൽപ്പന അധ്യായങ്ങൾക്ക് 98 വാക്യങ്ങളുള്ളപ്പോൾ അനുസരണാധ്യായങ്ങൾക്കും 98 വാക്യങ്ങൾ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അളവുകൾക്കും തൂണുകൾക്കും ഈ പറയുന്ന വ്യത്യാസങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട്. താമ്രം കൊണ്ട് ചുവടുണ്ടാക്കാൻ പറയുമ്പോൾ പടികളും അതിൻ്റെ കൊളുത്തുകളും വെള്ളി കൊണ്ട് ഉണ്ടാക്കണം. തൂണുകൾ തമ്മിലുള്ള അകലം 5 മുഴമാണ്. ഈ 5 മുഴം അകലത്തെ ഒരു വെള്ളിപ്പടി കൊണ്ട് ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ തൂണിൻ്റെ മുകൾ ഭാഗങ്ങൾ വെള്ളിപ്പടികൾ കൊണ്ട് ബന്ധിപ്പിക്കണം. തൂണുകളുടെ മുകളിലുള്ള കൊളുത്തുകളിലാണ് അത് ബന്ധിപ്പിക്കേണ്ടത്. ഈ കൊളുത്തുകൾക്ക് പ്രധാനമായി 3 ജോലികളുണ്ട്. ഒന്ന്, ഈ വെള്ളിപ്പടികളെ ബന്ധിപ്പിച്ച് നിർത്തുക. 2, പ്രാകാര മറശ്ശീല അതിലാണ് തൂക്കേണ്ടത്. 3, ഈ തൂണുകളിൽ നിന്നും 2 സൈഡിലേക്കും പോകുന്ന താമ്ര കുറ്റികളിലേക്ക് പോകുന്ന ചരടുകളും അതിലാണ് ബന്ധിപ്പിക്കേണ്ടത്. വളരെ കൃത്യമായും ഷെയ്ക്ക് വരാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഉലച്ചിൽ തട്ടാത്ത വിധത്തിൽ ആണ് ഈ വെള്ളി കൊണ്ടുള്ള കൊളുത്തുകൾ ആ തൂണിൻ്റെ മുകളിൽ പിടിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ പട്ടകളിലെ ഹോളുകളിൽ ഇറക്കിയിടുന്നതും. അത് യാതൊരുവിധ ഷെയ്ക്കും വരുവാൻ, നമ്മുടെ ബെയറിങ്സ് ഒക്കെ വണ്ടിക്ക് പിടിപ്പിക്കുന്നത് പോലെ ടൈറ്റായിട്ട് എന്നാൽ വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കണം. ആ വിധത്തിലാണ് ദൈവം മോശയെ കൊണ്ട് ജ്ഞാനം കൊടുത്ത് പണിയിപ്പിച്ചത്. അതിന് പോലും അർത്ഥങ്ങളുണ്ട്. 5 മുഴം അകലത്തിൽ നിൽക്കുന്ന 60 തൂണുകളെയും വെള്ളി പടികൾ കൊണ്ട് ബന്ധിപ്പിച്ചിരുന്നു. കാരണം ഈ തൂണുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുവാൻ പാടില്ല. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവല്ലോ. വീണ്ടെടുപ്പിനെ കാണിക്കുന്ന ഈ വെള്ളി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പ് വിലയായ വെള്ളി
ആ വെള്ളി പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, കർത്താവിൻ്റെ കൃപയാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ യാഗത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, സഭയ്ക്കകത്തേക്ക് കടന്ന് സഭയുടെ തൂണുകളായി നിൽക്കേണ്ടവർ, അവർ നിൽക്കുമ്പോൾ നമ്മളെ താങ്ങി നിർത്തുന്നത്, വീഴാതെ നിർത്തുന്നത് നമ്മുടെ കർത്താവിൻ്റെ വീണ്ടെടുപ്പാണ്. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. അതുമാത്രമല്ല, ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ നമ്മുടെ കൂടെയുള്ള ദൈവ പൈതങ്ങളോട് കരുണയും സ്നേഹവും കൈത്താങ്ങലും കൊടുക്കേണ്ടവരാണ്. ഒരു വിശ്വാസിക്ക് വിശ്വാസിയോടുള്ള കരുതലിനെയും സ്നേഹത്തെയും ഈ വെള്ളിപ്പടി കാണിക്കുന്നു. മത്തായി 22:39 നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആശയം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നാം അന്യോന്യം സ്നേഹിക്കണം. നാം അന്യോന്യം സ്നേഹിച്ച് കരുതലോടെ സ്നേഹത്തോടെ നിൽക്കുന്നെങ്കിൽ മാത്രമേ ഈ വെള്ളിയുടെ നിഴലിലെ അർത്ഥത്തിൻ്റെ പൊരുള് പുതിയ നിയമത്തിൽ വിശ്വാസികളാകുന്ന നമ്മുടെ ഇടയിൽ ഉണ്ടാകുകയുള്ളൂ, ആകത്തുള്ളൂ. ഒരു വിശ്വാസി വിശ്വാസിയോട് താങ്ങി നിർത്തണം എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി ബലഹീനനായാൽ ആ വിശ്വാസിയെ നമ്മൾ താങ്ങണം. അവൻ്റെ ബലഹീനതയിൽ വചനത്തിൽ കൂടിയും മറ്റ് വിഷയങ്ങളിൽ കൂടിയുമൊക്കെ അവന് വേണ്ടതായ കരുതൽ കൊടുക്കണം. അവനെ സ്നേഹിക്കണം. 1 യോഹന്നാൻ 4:20 വരുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നാം അന്യോന്യം സ്നേഹിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുകയും താഴ്മയോടും വിനയത്തോടും കൃപയോടും നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസിയും അടുത്ത വിശ്വാസിയും തമ്മിലുള്ള കരുണയെ അത് കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വ്യവസ്ഥയിൽ നിൽക്കുന്ന വിശ്വാസികളുടെ കാര്യമാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനും കഴിയുകയുള്ളൂ. ദൈവമക്കളുടെ കൂട്ടായ്മയെയും കരുതലിനെയുമാണ് ഈ വെള്ളി ചുറ്റുപടി കാണിക്കുന്നത്. നാം ഇവിടെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരു ചിന്ത നമ്മിലേക്ക് വന്നേക്കാം. അങ്ങനെയെങ്കിൽ സഭയ്ക്കകത്ത് ഭിന്നതയും പ്രശ്നങ്ങളും ചിലരെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നതുമൊക്കെ എന്തുകൊണ്ട്? നാം ദൈവമക്കളെ സ്നേഹിക്കേണ്ടേ? തള്ളിക്കളയാൻ പാടുണ്ടോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാറുണ്ട്. ദൈവവ്യവസ്ഥ പ്രകാരം നിൽക്കുന്ന കനശാലിയായ, തഴക്കത്തിൽ അഭ്യസിച്ച് ഇന്ദ്രജയമുള്ള ഒരു ദൈവദാസൻ സഭയെ നയിക്കുമ്പോൾ, പഴയ കാലങ്ങളിൽ പ്രത്യേകിച്ചും അതേത് വിഭാഗത്തിലുമാകട്ടെ അവിടെയൊക്കെ തിരുത്തി നിർത്തുന്നതും മാറ്റി നിർത്തുന്നതുമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. വ്യവസ്ഥയിൽ നിൽക്കാത്ത ഒരു വിശ്വാസി ആണെങ്കിൽ അവനോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്? 1 കൊരിന്ത്യർ 5:9 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് വ്യക്തമാകുന്നു. ദൈവവചനം വേണ്ടതായ എല്ലാ വചനങ്ങളും അർത്ഥങ്ങളും തന്നിട്ടാണ് നമ്മളെ വിശ്വാസികളാക്കിയിരിക്കുന്നത്. ആ വ്യവസ്ഥകളെ മറന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാൻ പോകുന്ന അനേക സമയങ്ങളുണ്ട്. അങ്ങനെയാകരുത്. 1 കൊരിന്ത്യർ 5:9 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ദുർനടപ്പുകാരനോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപെറുക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത്. ഇവിടെ ക്ലിയറായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദുർനടപ്പുകാരനോട് സംസർഗം അരുത്. എന്നിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് അത് ഈ ലോകത്തിലുള്ള ദുർനടപ്പുകാരോടല്ല, മറ്റുള്ളവരുടെ വാഹനത്തിലും
മറ്റുള്ളവരുടെ ബസ്സിലും കടയിലും മില്ലിലും ഒക്കെ നമ്മൾ പോകേണ്ടി വരും. അവരോട് അകന്നു നിൽക്കാനല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട്, നമ്മുടെ പ്രവൃത്തി കണ്ട് അവർ ഈ യേശുവിനെ അല്ലെങ്കിൽ നമ്മുടെ നാഥനെ അറിയണം. പക്ഷേ ഇവിടെ പറയുന്നത് സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവനുണ്ടെങ്കിൽ അവനോട് സംസർഗം അരുതെന്നാണ് കാണുന്നത്. 2 തെസ്സലോനി 3:6 നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ഇത് തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം കൂടി ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളോട് പ്രാപിച്ചത് അപ്പോസ്തലന്മാർ, തൂണുകൾ, ചിലരെ എന്ന് പറയുന്ന 5 ഗണത്തിൽപ്പെട്ടവർ, ദൈവവചനമാഴമായി പഠിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ, കനശാലികളായവർ, അവർ പഠിപ്പിച്ചതിന് വിപരീതമായിട്ട് പഠിപ്പിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരോട് സംസർഗമരുത്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് ഇങ്ങനെയാണ്: അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക പോലും അരുത്. ഈ വിഷയങ്ങളെയൊക്കെ മനസ്സിലാക്കാതെ വിശ്വാസികളെ നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാൻ പോകരുത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ ആഴമായ സത്യങ്ങൾ കിടപ്പുണ്ട്. അതേസമയം വിശ്വാസിയായ ഒരാൾ, വ്യവസ്ഥ പ്രകാരം നിൽക്കുന്ന ഒരു വിശ്വാസിയെ നാം സ്നേഹിക്കുകയും നാം കൈത്താങ്ങൽ കൊടുക്കുകയും ചരിയാതെയും വീഴാതെയും ഇരിക്കാനുള്ള വചനത്തിലെ ഉപദേശങ്ങൾ കൊടുത്ത് അവരെ നേരെ നിർത്തേണ്ട കടമ നമ്മുടേതാണ്. ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, എഫെസ്യ ലേഖനം 5:19, ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച്, പ്രൈസ് ദി ലോർഡ്, തമ്മിൽ പഠിപ്പിച്ച്, ബുദ്ധി ഉപദേശിക്കുന്നത് ബുദ്ധി ഉപദേശിച്ച് തമ്മിൽ സമാധാനമായി പാർക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ദീർഘക്ഷമ കാണിക്കണം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, എപ്പോഴും സന്തോഷിക്കണം, സന്തോഷം നമ്മൾ പകരുന്നവരായിരിക്കണം, ഇടപെടാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 1 തെസ്സലോനി 5:13-14 നമുക്ക് ഈ ഭാഗങ്ങൾ കാണുവാൻ കഴിയും. ഈ പടിയുടെ നീളം 5 മുഴമാണ്. ഈ പടി 5 മുഴം നീളമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? കൃപ ദൈവത്തിൻ്റേതുമുണ്ട്, മനുഷ്യരുടേതുമുണ്ടെന്ന് നാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:47 ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഇവിടെ പറയുന്ന കൃപ ദൈവത്തിൻ്റെ കൃപയല്ല, ജനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹകരണത്തിൻ്റെ ആ പ്രകടനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ, മനുഷ്യരുടെ കൃപ. അപ്പോൾ മനുഷ്യരുടെ കൃപയുണ്ട്, ദൈവത്തിൻ്റെയും കൃപയുണ്ട്. ലൂക്കോസ് 2:52 നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ബാല്യത്തിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു വന്നുവെന്ന്. തമ്മിൽ സമാധാനത്തിനും ആത്മീക വർധനയ്ക്കും ശ്രമിക്കണമെന്ന് റോമാലേഖനം 14:19 നമ്മൾ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തൂണുകളുടെ അകലം 5 മുഴമാണ്. ആ 5 മുഴത്തെ ഒരു വെള്ളിപ്പടി കൊണ്ട് ബന്ധിച്ചു നിർത്തുന്നു. ദൈവത്തിൻ്റെ മക്കളെ, നാം അന്യോന്യം സ്നേഹിക്കണം. ദൈവത്തിൻ്റെ കൃപയോടൊപ്പം മനുഷ്യരുടെ കൃപയിലും നാം നിന്നെങ്കിൽ മാത്രമേ സഭ സന്തോഷത്തോടെ പോകുകയുള്ളൂ. 5 മുഴം പടി ദൈവം മനുഷ്യരോട് കാണിച്ച കൃപയുടെ കൂടെ ഒരുവനിലേക്ക് ഒഴുകേണ്ട മാനുഷിക കൃപയെക്കുറിച്ചുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. പുറപ്പാട് പുസ്തകം 27:17 വരുമ്പോൾ നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗത്ത് തന്നെ വെള്ളിക്കൊളുത്തുകളിൽ നിന്നുമാണ് പ്രാകാരത്തിലേക്കും പുറത്തേക്കുമുള്ള ചരടുകൾ പോകുന്നത്. ഈ വെള്ളിക്കൊളുത്ത് നമ്മെ നേരെ നിർത്തുവാൻ സഹായിക്കുന്ന കർത്താവിൻ്റെ വീണ്ടെടുപ്പിൽ കൂടിയുള്ള കൃപയാണ്. ഈ കൊളുത്തുകളിലാണ് പ്രാകാര മറശ്ശീല തൂങ്ങിക്കിടക്കുന്നത്. ഈ കൊളുത്തുകളിൽ തന്നെയാണ്
തൂണുകൾ തമ്മിലുള്ള വെള്ളിപ്പട്ടകളും ബന്ധിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 3 ഉപയോഗങ്ങൾ ഈ വെള്ളിക്കൊളുത്തുകൾക്കുണ്ട്. തൂണാകുന്ന വിശ്വാസി ക്രിസ്തു അങ്ങയെ വീണ്ടെടുത്തതിനാൽ ചരിയുവാൻ സമ്മതിക്കത്തില്ല. വചനം നമ്മെ കാക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:10 ഈ ഭാഗം ഞങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 3:10 ഇങ്ങനെ കാണുന്നു. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്, ഒരു ജാതി ഉത്ഭവിച്ചതിന് ശേഷം ഇതുവരെയും ഉണ്ടാകാത്ത ഒരു വലിയ കഷ്ടത വരാൻ പോകുന്നു. ആ കഷ്ടതയിൽ വിശ്വാസിയെ നമ്മെ കർത്താവ് കടത്തത്തില്ല. വെളിപ്പാട് പുസ്തകം 3:10 വായിക്കുന്നു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാനും നിന്നെ കാക്കും. ഇത് സഭയോടുള്ള ബന്ധത്തിലാണ്. സഭ കഷ്ടത്തിൽ കടക്കയില്ലെന്നും ആൻറ്റി ക്രിസ്റ്റിൻ്റെ കഷ്ടത്തിൽ സഭ ഉണ്ടാകത്തില്ലെന്നും പിതാക്കന്മാർ പഠിപ്പിച്ചതൊക്കെ ഈ വചനത്തിൽ നിന്നാണ്. സഭ ഒരിക്കലും കഷ്ടത്തിൽ കടക്കയില്ല. എന്നാൽ സഭയെ, വിശ്വാസിയെ, അങ്ങയെയും എന്നെയും കാക്കുന്നത്, യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, വീഴാതെ വണ്ണം നമ്മെ കാക്കുന്നത് ഈ കർത്താവിൻ്റെ വീണ്ടെടുപ്പാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്. സഭയ്ക്കകത്തേക്കുള്ള ബന്ധവും പുറത്തേക്കുള്ള ബന്ധവും കൊളുത്താകുന്ന വീണ്ടെടുപ്പിൽ കൂടെയാണ്. 4 ഭാഗത്തേക്കും കൊളുത്തിൻ്റെ പ്രവർത്തനമുള്ളതിനാൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിക്ക് എല്ലാ നിലയിലുമുള്ള സംരക്ഷണം ഈ കൊളുത്തുകൾ നമുക്ക് തരുന്നു. ഫിലിപ്പിയ ലേഖനം 4:7 ഞങ്ങൾ വായിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിലും അതിൻ്റെ 11-ാം വാക്യത്തിലുമൊക്കെ ഈ സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 4:7 എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. കർത്താവിൽ നിന്നുള്ള സമാധാനം, കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ആ റേഞ്ചിൽ കൂടി വരുന്ന ആലോചനകൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തലച്ചോറിൽ നിന്നും നമ്മുടെ 3 പാർട്ടാകുന്ന ശരീരത്തിലേക്ക് പോകുന്ന മെസ്സേജുകൾ പോലെ സ്വർഗത്തിൽ നിന്നും വരുന്ന ദൈവിക റേഞ്ചിൽ കൂടി ലഭിക്കുന്ന ആ സമാധാനം നമ്മളെ കാക്കും. പക്ഷേ ഒരു കാര്യം, ആ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുകയും ദൈവത്തിൽ ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഈ കൊളുത്തിൽ നിന്നാണ് ലോക മനുഷ്യനായ അങ്ങയെ ഒരു പവിത്ര മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിശുദ്ധ മനുഷ്യൻ ആക്കിയത്. അത് വിശ്വാസത്താൽ സംഭവിക്കുന്നു. ശ്രദ്ധിക്കണമേ, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ഇവൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടതിന് മുൻപ് ചെയ്തിരുന്ന അനേക പാപത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നും നമുക്ക് അത് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ അനുഭവിക്കുമ്പോഴോ ഒക്കെ സന്തോഷം ലഭിച്ചെന്ന് വരാം. ഉദാഹരണം, ബിയർ കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ചിലപ്പോൾ വീണ്ടും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ആ ബിയർ ഇഷ്ടമെന്ന് തോന്നിയെന്ന് വരാം. സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ, നിരന്തരം സീരിയലിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ആ സീരിയൽ കാണണമെന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു കാര്യം, തൂണാകുന്ന വിശ്വാസി അങ്ങയെ നിർത്തിയിരിക്കുന്നത് ഈ കൊളുത്തിൽ കൂടിയാണെന്ന് ഓർക്കണം. ഈ കൊളുത്തുകൾ, ദൈവത്തിന് സ്തോത്രം, ചരടുകളിൽ കൂടി ബന്ധിച്ചിരിക്കുമ്പോൾ വീണ്ടെടുപ്പാകുന്ന കർത്താവിൻ്റെ വീണ്ടെടുപ്പിൽ കൂടിയാണ് അങ്ങ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നേരെ നിൽക്കേണ്ട അങ്ങ് ചരിയാൻ പോകാതിരിക്കണമെങ്കിൽ ഈ കർത്താവിനെ ഓർത്തുകൊണ്ട്, അങ്ങനെ ഓർക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ പഴയ സ്വഭാവം വിട്ടിട്ട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വീണ്ടും വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയും നിൽക്കുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുന്നത്, വിടുവിക്കുന്നത് ഈ കൊളുത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തു നിന്നും മുൻപോട്ട് പോകട്ടെ. ഈ തൂണുകൾക്ക് കുറ്റികളുണ്ട്. പുറപ്പാട് പുസ്തകം 27:19 അത് നമുക്ക് കാണുവാൻ കഴിയുന്നു. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിന്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിന്റെ എല്ലാ കുറ്റികളും അവിടെ നമ്മൾ കാണുന്നു. തിരുനിവാസത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും, അതിൻ്റെ കൂടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും. കാരണം ഈ കുറ്റിയെ അവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തെന്ന് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, വിശ്വാസികളെ, ഈ കുറ്റി നമ്മൾ മറന്നു പോകല്ല്. ആഖാൻ വെള്ളി അടിയിൽ കുഴിച്ചിട്ടതുപോലെ ഈ കുറ്റി
എപ്പോഴും നമ്മുടെ മുൻപിൽ വേണം. വീണ്ടെടുപ്പിൻ്റെ വിലയാണ് അങ്ങയെയും എന്നെയും പാപത്തിൻ്റെ അഴുക്ക് ചാലിൽ നിന്നും വിളിച്ചു പുറത്തു കൊണ്ടുവന്ന് ഈ പരിശുദ്ധമായ നിർമ്മലമായ അല്ലെങ്കിൽ ഈ സഭയ്ക്കകത്താക്കിയത്, അല്ലെങ്കിൽ വെന്തെരിഞ്ഞ താമ്ര ചുവടുകളിൽ മേലാക്കിയത്. ഈ കുറ്റികളാണ് നമ്മളെ നേരെ നിർത്തുന്നതെന്നും ഉള്ള ബോധം, അല്ലെങ്കിൽ വെള്ളിയാകുന്ന വീണ്ടെടുപ്പിൽ കൂടിയാണ് നമ്മൾ നേരെ നിൽക്കുന്നതുമെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരു കുറ്റി പ്രാകാരത്തിനകത്തും ഒരു കുറ്റി പ്രാകാരത്തിന് പുറത്തും അടിച്ചിട്ടാണ് ചരടുകൾ കെട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സമാഗമന കൂടാരത്തിൽ നിന്നും ഭൂമിയിലേക്ക് താണിറങ്ങിയിരിക്കുന്ന ഏക വസ്തുവാണ് ഈ കുറ്റി. ഈ കുറ്റി യാഗമായി കാൽവറിയിലെ ഗോൽഗോത്തായിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് ഭൂമിയിലേക്ക്, അല്ലെ ഗോൽഗോത്തയിലെ പാറയുള്ളിലേക്ക് കുഴിച്ചിറക്കിയ ആ ക്രൂശിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ യാഗത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു. സഭയ്ക്കകത്ത് ഒരു വിശ്വാസി എങ്ങനെ നിൽക്കണം എന്നുള്ള അറിവ്, ശക്തി, ഉപദേശം എല്ലാം തരുന്നത് ഈ താമ്രക്കുറ്റിയാകുന്ന യേശുവാകുന്നു. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം തന്നെ നാം ദൈവരാജ്യമാകുന്ന സഭയ്ക്കകത്തുമാണ്. കൊലോസ്യർ 1:13 ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. ഈ ലോകത്തിൽ നമ്മളാണ്, അതോടുകൂടി നമ്മൾ സഭയ്ക്കകത്തുമാണ്. വായിക്കുന്നു 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെക്കുകയും ചെയ്ത, പാസ്റ്റ് ടെൻസ് അല്ല, ഫ്യൂച്ചർ ടെൻസ് അല്ല ഇവിടെ പറയുന്നത്, പ്രസന്റ് ടെൻസാ. നമ്മെ തൻ്റെ സ്നേഹസ്വരൂപൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത. ഈ പദത്തിൻ്റെ അർത്ഥം രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോഴാണ് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങയുടെ രാജ്യം വരണമെന്നുള്ള ഭാഗവും, ദാനിയേൽ പ്രവചനത്തിലെ കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല് സ്ഥാപിച്ച രാജ്യത്തെക്കുറിച്ചും, പീലാത്തോസിൻ്റെ ചോദ്യത്തിൻ്റെ നീ രാജാവാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ രാജാവാണെന്നുള്ള യേശുവിൻ്റെ മറുപടിയും ചേർത്ത് പഠിക്കുമ്പോഴാണ് ഓർക്കണമേ, നാം രാജ്യത്തിനകത്ത് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ രാജാവ് കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകക്കാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം, സൗമ്യത, നടപ്പ് ഒക്കെ കണ്ട് ഈ ലോകക്കാർ നമ്മെ സ്നേഹിക്കണം. നമ്മുടെ അരിമനാഥനെ അവർ അറിയണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് ജാതിക്കാരോട് നമ്മൾ ഇടപഴകും. പക്ഷേ എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം ഒക്കെ കണ്ടിട്ട് അവർ നമ്മളിലേക്ക് അടുത്തു വരുവാൻ വേണ്ടി. ഭൂമിയിലേക്ക് തുളച്ചിറങ്ങിയിരിക്കുന്നത് ഈ കുറ്റിയാണ്. ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ഗോൽഗോത്ത കുന്നിൽ ആഴ്ന്നിറങ്ങിയ ക്രൂശിൻ്റെ നിഴൽ കൂടിയാണ് ഈ കുറ്റി. അതുമാത്രമല്ല, ഈ കുറ്റി ഒരു മർമ്മം കൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ഭൂമിക്കും ഒരു ന്യായവിധിയുണ്ട്. കാരണം ഈ ഭൂമി നമുക്ക് വിരോധമായിരിക്കുന്നു. ആവർത്തന പുസ്തകം 4:28 നമുക്കത് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഭയത്തോടും വിറയിലോടും ഭക്തിയോടും ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുന്നു. ഈ പ്രാകാരത്തിൻ്റെ കുറ്റികളിലേക്ക് തൂണുകളിൽ നിന്നും ഓരോ ചരടുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുമായിരുന്നു. പുറപ്പാട് 27:19 അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അത് കാണുവാൻ കഴിയും. തൂണുകളെ താമ്രക്കുറ്റികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നേരെ നിർത്തുന്നതും ഈ ചരടുകളാണ്. ഒരു ചരട് പ്രാകാരത്തിനകത്തേക്കാകുമ്പോൾ ഒരു ചരട് പ്രാകാരത്തിന് പുറത്തേക്കാണ്. ശ്രദ്ധിക്കണമേ, അങ്ങയെ ബന്ധിക്കുന്ന വിശ്വാസിയെ ഒരു ചരട് സഭയ്ക്കകത്തേക്കുള്ളപ്പോൾ ഒരു ചരട് പുറത്തേക്ക് വിടുന്ന കാര്യം. കാരണം ഈ കുറ്റി പുറത്തും ഒരു കുറ്റിയുണ്ട്, അകത്തും ഒരു കുറ്റിയുണ്ട്. യാഗമായ ക്രിസ്തുവിൽ കൂടിയുള്ള സ്നേഹനിർഭരമായ ഉപദേശത്തെയും ഇടപാടിനെയും ഈ കുറ്റിയും ഈ ചരടും കാണിക്കുന്നു. ക്രിസ്തുവിലായവർ ലോകക്കാരല്ല. യോഹന്നാൻ 15:19 ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദൈവമക്കളെ, ലോകം നമ്മളെ അതും ഇതും പറയും, കള്ളനും ദുഷ്ടനും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. ഇത് കണ്ട് പതറേണ്ടവനല്ല. കാരണം അങ്ങേ നേരെ നിർത്തുന്നത് ഈ ചരടും കുറ്റിയും കൊളുത്തുകളുമാണ്. പുറമേ ഉള്ളവർക്ക് നമ്മോട് പകയ്ക്കുന്നവരെ 1 പത്രോസ് 2:11, യോഹന്നാൻ്റെ സുവിശേഷം 15:21 ഇവിടെയൊക്കെ നമുക്കത് കാണുവാൻ കഴിയും. നാം എങ്ങനെ പെരുമാറണമെന്ന് അറിവ് ലഭിക്കുന്നതും ഈ വിന്തെരിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നിന്നാണ്.
ഈ ചരട് ഒരു വിശ്വാസിയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് എന്ന് പറയുമ്പോൾ 1 യോഹന്നാൻ 3:9 ഹോശയ്യ 11:4 നമുക്കത് കാണുവാൻ കഴിയും. അതിൽ ഹോശയ്യ 11:4 ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. ഈ ചരട് വിശ്വാസിയുള്ള സ്നേഹത്തിൻ്റെ പ്രകടനത്തെ കാണിക്കുന്നു. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധങ്ങൾ കൊണ്ട് ഞാൻ അവരെ വലിച്ചു. KCBC ബൈബിളിൽ, ഓശാന ബൈബിളിൽ അതിന് അല്പം കൂടെ ലളിതമായൊരു തർജ്ജമയുണ്ട്. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു. സ്നേഹത്തിൻ്റെ കയർ തന്നെ. മനുഷ്യപാശങ്ങൾ, സ്നേഹത്തിൻ്റെ കയർ, ഇത് രണ്ടും വിവരിക്കണം. ഈ എപ്പിസോഡിൽ എനിക്ക് വിവരിക്കേണ്ടതുമാണ്. പക്ഷേ ഇവിടുത്തെ എൻ്റെ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ അത് വിവരിച്ചു കൊള്ളാം. മനുഷ്യപാശങ്ങൾ കൊണ്ട് സ്നേഹത്തിൻ്റെ കരുണയുടെ കയറാണ് ഈ കയർ. ഇവിടെ എന്തിനാണ് ഹോശയ്യായിൽ ഈ ചരടിനെയും കയറിനെയും ദൈവത്തിൻ്റെ സ്നേഹമായ കയറെന്ന് പറയുന്നത്? എന്തിനെന്ന് ചോദിച്ചാൽ, ആഴമായി തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രജയം പ്രാപിക്കുന്ന വിശ്വാസിക്ക് സമാഗമന കൂടാരത്തിൻ്റെ തൂണുകളുടെ അർത്ഥവും അത് നേരെ നിൽക്കുന്നത് എങ്ങനെയെന്നും ആ ചരടിൻ്റെ അർത്ഥവും ബന്ധിപ്പിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഹോശയ്യായിൽ ഈ ചരടെന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. പറയുമ്പോൾ എൻ്റെ ദൈവത്തെ തെറ്റിദ്ധരിക്കല്ലേ, താണിരുന്ന് മിണ്ടാതിരുന്ന് പഠിക്കുക. സ്തോത്രം. പട്ടിണിയോ മരണമോ വാളോ ഇതൊന്നും കണ്ട് അങ്ങ് പിന്മാറരുത്. കാരണം കർത്താവാണ് നമ്മെ സൂക്ഷിക്കുന്നത്. ഈ തൂണുകളിലാണ് പ്രാകാര മറശില തൂക്കുന്നത്. 280 മുഴം നീളത്തിൽ ഈ മറശില കിടന്നിരുന്നു. അതുപോലെ ആകെയുള്ള 60 തൂണുകളിൽ 58 തൂണുകളിലായി ഈ മറശിലയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. കൂടാര നിർമ്മിതിക്ക് 4 നൂലുകൾ ഉപയോഗിച്ചിരിക്കുമ്പോൾ ഈ 4 നൂലിൽ ഒരു നൂലാകുന്ന പിരിച്ച പഞ്ഞിനൂലിനെ കുറിച്ച് പറയുന്നുവല്ലോ. പിരിച്ച നൂലുകളെല്ലാം പിരിച്ചാണ് എടുക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് പഞ്ഞിനൂലിനെ കുറിച്ച് മാത്രം അവിടെ പറയുന്നു പിരിച്ച പഞ്ഞിനൂലെന്ന്? ദൈവത്തിൻ്റെ മക്കളെ, നാം ഈ ഭാഗങ്ങളിലെല്ലാം പഠിക്കുമ്പോൾ പിതാവാം ദൈവവും പുത്രനാം ദൈവവും വിശ്വാസികളാകുന്ന നാമും ചേർന്ന് പിരിയപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് മറശിലയുടെ അർത്ഥത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. പിരിച്ച് എന്ന വിശേഷണ പദം വെള്ളനൂലിന് മാത്രമേ ഉള്ളൂ. കാര്യമായ മർമ്മമുള്ളത് കൊണ്ടാണ് ഇതിന് പിരിച്ച് എന്ന പദം കൊടുത്തിരിക്കുന്നത്. നാം ക്രിസ്തുവിനോട് ചേർത്ത് പിരിയപ്പെടുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വിശുദ്ധി, വേർപാട്, താഴ്മ, വിനയം എന്നിവ ലഭിക്കുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ക്രിസ്തു തലയും നാം ക്രിസ്തുവിൻ്റെ അവയവങ്ങളും ആകുന്നത് പോലെ, കെട്ടിടം യേശുവിൽ ഒന്നിച്ച് പണിത് നിലനിൽക്കുന്നത് പോലെ, നാം ആകുന്ന വിശ്വാസികളെ നാം കർത്താവിൽ ഒന്നിച്ച് പിരിച്ച് 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 ഈ വെള്ളനൂലങ്കി പോലെ പണിയപ്പെട്ട് ഒരു പരിശുദ്ധിയുടെ നിറം വെളിപ്പെടുത്തേണ്ടവരാണ് വിശ്വാസികൾ. അല്ലെങ്കിൽ ഈ പ്രാകാര തൂണുകളിൽ കിടക്കുന്ന ഈ മറശിലയുടെ പരിശുദ്ധിയിലേക്കും വെണ്മയിലേക്കും നാം കടന്നു വരേണ്ടവരാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല പഠനത്തിനായി സ്തോത്രം. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞല്ലോ. ഞങ്ങളെ ശക്തീകരിച്ചാട്ട് കർത്താവെ വീണ്ടും കാണുമ്പോഴും അങ്ങയുടെ ഷെക്കീനായുടെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടന സ്തോത്രം. യാഗമായ യേശുതമ്പുരാന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിൽ തോഴനെ കണ്ടേ എനിക്ക്